വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്, കോക്കനട്ട് സ്ക്രൈയിങ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ മുട്ടറക്കാറുണ്ട്. അത് നോക്കിയിട്ട് അമ്പലത്തിലുള്ള തിരുമേനിയോ പോറ്റിയൊക്കെ നമ്മളോട് അതിൻ്റെ മറുപടി പറഞ്ഞു തരാറുണ്ട്. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് സുഗമമായിട്ട് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും, അതല്ലെങ്കിൽ ഇന്ന ഇന്ന തടസ്സങ്ങളുണ്ട്, കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആണ് എന്നൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഈ മുട്ടിറക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്തായിരുന്നു എന്നൊന്നും മനസ്സിലായിരുന്നില്ല. കുറച്ച് വലുതായതിനു ശേഷമാണ് മനസ്സിലാവുന്നത് നാളികേരം ഉടയ്ക്കുന്നതിനെയാണ് മുട്ടറക്കൽ എന്ന് പറയുന്നത്. നാളികേരം ഉടഞ്ഞ് വരുന്ന സമയത്ത് രണ്ട് ഭാഗങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്ന ഒരു രീതിയുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്യോർലി ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ ആണ്. ഇതൊരു ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് ആണ്. നമ്മളിത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജെൻഡർലെസ് ആയിട്ടും ഏജ്ലെസ് ആയിട്ടും ടൈംലെസ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു റീഡിംഗ് ആണ്. കാരണം ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോഴാണോ ഈ ഒരു വീഡിയോ കടന്നു വരുന്നത്, ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എനർജി റെസനേറ്റ് ആവുക. അതുപോലെ തന്നെ ഇതൊരു ഇൻറ്റ്യൂട്ടീവ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ഷമ കുറച്ച് കുറവുള്ള വ്യക്തികളാണ് എങ്കിൽ 1.5 or 2x സ്പീഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം റീഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ഒരു എനർജി ഡ്രെയിനിങ് ഉണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട്, റിവാർഡ് അന്യര് കൈക്കലാക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ട്. നമ്മളുടെ കയ്യിൽ പണം നിൽക്കില്ല, ഓട്ടക്കൈയാണെന്ന് പറയില്ല എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട്, എന്നാൽ അതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ ഒഴുകി പോകുന്ന ഒരു അവസ്ഥ. ഇവിടെ ഒരു ചാല് വെട്ടിയതുപോലെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ദൈവാധീനം നല്ല രീതിയിലുണ്ട്. കാരണം ഈ ഒരു സൈഡിനെക്കാട്ടിലും കൂടുതൽ കുഴിവ് നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന എനർജി ഒന്ന് തടഞ്ഞു നിർത്താൻ ഇവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾ എക്സ്റ്റേണൽ എനർജീസ് നിങ്ങളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ കാർമിക്സ് ആയിട്ടുള്ളവരായിരിക്കാം, സ്പെഷ്യലി നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ കർമ്മരംഗത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവൊക്കെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിനൊരു ക്രെഡിറ്റ് നിങ്ങൾക്ക് തരാത്ത ഒരു അവസ്ഥ. നിങ്ങളുടെ മൈൻഡ് വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഈ ഇഷ്യൂസ് എല്ലാം വരുന്നത്. നമ്മൾ എത്രത്തോളം സ്ട്രോങ്ങർ ആയിട്ടിരിക്കാൻ സാധിക്കുമോ അത്രയും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു ഇഷ്യൂ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീയൂണിയൻ ഇവിടെ ഡെഫിനറ്റ്ലി പോസിബിൾ ആകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആകുന്ന കാര്യങ്ങളായിരിക്കില്ല പറയുന്നതെല്ലാം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് റെസനേറ്റ് ആവുന്നത്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഇവിടെ എനിക്കൊരു പെയറിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അതായത് ഒരു സ്വീറ്റ്നെസ് ആണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൗഭാഗ്യം വന്ന് കയറാൻ പടിവാതിക്കൽ വന്ന് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്.
ആരുടെയോ മാരേജ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന, ആർക്കൊക്കെയോ ഇവിടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു എനർജി. ആൻഡ് വെരി സൂൺ ആ ഒരു വെഡിങ്ങിലേക്ക് കടക്കാൻ പോകുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഐ കൻ സീ എ ബ്ലൂ സ്കൈ, വെരി ക്ലിയർ സ്കൈ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടുള്ള സാഹചര്യം. ഇവിടെ എനിക്കൊരു റിവർ സൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്. റിവർ സൈഡിലായിരിക്കാം നിങ്ങളുടെ വീട്. അതല്ലെങ്കിൽ നിങ്ങളൊരു അടുത്ത് തന്നെ ഏതെങ്കിലും റിവർ സൈഡിൽ പോയിട്ടുണ്ടായിരിക്കാം. ഒരു ഓപ്പൺ സൂ ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഗീർ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് ഗ്രീഡി ആയിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ലസ്റ്റ്ഫുൾ ആൻഡ് ഗ്രീഡി എന്നുള്ള ഒരു എനർജി. നമ്മൾ വേണ്ട സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ വേണ്ട രീതിയിൽ ചാനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഗ്രീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അതിപ്പം അമിതമായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതും അതൊരിക്കലും തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം ഒരു മലയോളം ആഗ്രഹിച്ചാലാണ് കുന്നിക്കുരുവോളം ലഭിക്കാന്ന് പറയുമല്ലേ. പക്ഷെ ഈ ആഗ്രഹിക്കുന്നത് ചാനലൈസ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതല്ലാത്ത പക്ഷം ഹാർഡ് വർക്ക് ചെയ്യാതെ മടി പിടിച്ചിരിക്കുക, ക്യാരിഡ് അവേ ആകുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനം നശിപ്പിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റായ രീതി ഉണ്ടാവുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യുന്ന എന്ത് പോസിറ്റീവ് ആക്ഷൻസും നിങ്ങൾക്കിവിടെ നല്ല രീതിയിൽ റിസൾട്ട് നേടിത്തരും. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളാണ്. ഐ കൻ സീ എ ദിയ, ലാൻഡേൺ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആത്മജ്ഞാനം തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജി. സി ഐ കൻ ക്ലിയർലി സീ എ ദിയ, മൺചരാത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകാശിച്ചു നിൽക്കുന്ന ഒരു മൺചരാത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നുണ്ട്. ഒരുപാട് താമസം ഇല്ലാതെ തന്നെ ജീവിതത്തിന്റെ ഒരു നല്ല കാലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട്. മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് അത് പോസിബിൾ ആകുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ടു കോൾഡ് കൺട്രീസ്. എനിക്കിവിടെ സ്നോ കാണാൻ സാധിക്കുന്നുണ്ട്, വാട്ടർഫോൾ, ബ്യൂട്ടിഫുൾ നേച്ചർ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരു കൺട്രിയിലേക്കായിരിക്കാം മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. വളരെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്. ഓപ്പൺ സ്കൈ ആണ് എനിക്ക് എപ്പോഴും വിസിബിൾ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഹീലിംഗ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ എനർജി ഡ്രെയിനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്ന സമയമാണ്. അവെയർ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു അവെയർനെസ് ഉണ്ടാവുക. അതല്ലാത്ത പക്ഷം നമ്മൾ ഇതൊന്നും നമ്മുടെ കണ്ണിൽ പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നഷ്ടം നിങ്ങൾക്ക് നികത്താൻ പറ്റുന്ന ഒരു സമയം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇത് വായിക്കാം. നിങ്ങളെ സീക്രട്ട് ആയിട്ട് ആരോ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോടത് പറയണമെന്നുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ ഭയങ്കരമായ രീതിയിൽ ഒരു പേടി, ഒരു തടസ്സം, ഒരു ഉൾവലിവുണ്ട്. കാരണം നിങ്ങളെക്കാട്ടിലും ഏതോ ഒരു രീതിയിൽ അവര് ഒരു കുറവുള്ളതായിട്ട് അവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ആ വ്യക്തി അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള വ്യക്തി അല്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് അവർക്ക് അങ്ങനത്തെ ഒരു
ഒരു ഫീൽ അവർക്ക് ഉണ്ടാവുകയാണ്. നിങ്ങൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു ഈഗോയുടെ ഭാഗമായിരിക്കാം, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് ഒരു ഔട്ടർ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ വളരെ കറേജസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്, വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ്. എന്നാൽ ഉള്ളില് അത് ഞാൻ എപ്പോഴും പറയും, മനുഷ്യര് ശരിക്കും ഈ മനുഷ്യരുടെ മനസ്സ് ശരിക്കും ഈ തേങ്ങ പോലെയാണ്. പൊതുവെ ഭൂരിഭാഗം വ്യക്തികളുടെ പുറമേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും, എന്നാൽ ഉള്ളിലേക്ക് വരുമ്പോൾ സോഫ്റ്റായി ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഉള്ളത് എന്താണ്? വെള്ളമാണ്. അത്രയും മൃദുലമാണ്. എന്നാൽ നമ്മളെപ്പോഴും ഒരു മാങ്ങയുടെ ഒരു പാറ്റേണിലാണ് മനസ്സ് ഉണ്ടാവേണ്ടത്. പുറമേക്ക് വളരെ സോഫ്റ്റ് ആണ്, എന്നാൽ അകത്തേക്ക് അടുക്കും തോറും അതിൻ്റെ സീഡ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിലേക്ക് അടുക്കും തോറും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട്, അത് അൺബ്രേക്കബിൾ ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. അതൊരു ജേണിയാണ്. അത് ഈ തേങ്ങയിൽ നിന്ന് മാങ്ങയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു ജേണിയാണ് ശരിക്കും. അതങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാവേണ്ടത്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും പറയുന്ന സമയത്ത് ശരിയാണ്, നമ്മൾ തേങ്ങ ഔട്ടർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ സാധ്യതയില്ല, കേടാവാൻ സാധ്യതയില്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കപ്പെടാം. പക്ഷേ ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഹൗ യു ഷുഡ് ബി. തേങ്ങയാണ് ബെസ്റ്റ്. പക്ഷെ മാങ്ങയിലേക്കാണെങ്കിൽ പുഴുവും ഒക്കെ കയറുന്നുണ്ട്. ഔട്ട്സൈഡ് സോഫ്റ്റ് ആയതുകൊണ്ട് ഇൻസൈഡ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റാതെ പോവുകയാണ്, സത്യമാണ്. പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ ഈസി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതങ്ങനെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതറിയുന്നവർക്കാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക. സോ നിങ്ങൾ അങ്ങനെ സോ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ മാങ്ങയാകുക. എന്നാൽ ഫസ്റ്റ് ഇംപ്രഷന് വലിയ വാല്യൂ ഇല്ല. ദ റിയൽ ഇംപ്രഷൻ ഇസ് വെൻ someone knows your core എന്നുള്ളതിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയാകാം. പ്രകൃതിയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു തേങ്ങയാണോ, നിങ്ങളൊരു മാങ്ങയാണോ, നിങ്ങൾക്ക് ഒരു തേങ്ങയാവണോ ഒരു മാങ്ങയാവണോ എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് അതിലേക്ക് നടക്കുക. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് പറ്റിയൊരു സമയമാണ് ഇപ്പോൾ. എനിക്കിവിടെ ഒരു എലിഫന്റ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ഒരു വലിയ ഭയം, നിങ്ങളുടെ ഒരു ട്രോമ, അത് നിങ്ങളിങ്ങനെ കണ്ടില്ലെന്ന് നടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം റിസോൾവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, മാനസികമായിട്ട് ഹീലാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ മിസ്സാകുന്നുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു അഡ്രസ് ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് പോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഈ സമയം എന്ന് പറയുമ്പോൾ കുംഭത്തില് ശനി ശക്തനായി നിൽക്കുന്ന സമയത്ത് പൊതുവേ തന്നെ എല്ലാ രാശിക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു കർമ്മഫലം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. സോ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സോൾവ് ചെയ്യാൻ ലളിതമായിട്ടെങ്കിലും ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് പുറത്തു വരാനും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് തരാനും ഒക്കെ പ്രാപ്തമായിട്ടുള്ള ഒരു സമയം. നമ്മൾ എലിഫന്റ്, ആന എന്ന് പറയുമ്പോൾ നമ്മൾ ഗണപതിയെയും കൂടെ നമുക്ക് പറയാം. അതായത് വിഘ്നങ്ങൾ മാറ്റി തരുന്ന, സന്തോഷം കൊണ്ടു തരുന്ന ആളാണ് ഗണപതി. ആ ഒരു എനർജിയാണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ എന്ത് കാര്യത്തിനും ഇത്രയും കാലം നിങ്ങൾക്ക് തടസ്സമായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മാറുന്ന സമയം. പക്ഷെ ഈ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നത് അതൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ആ കാര്യങ്ങളെയാണ് ഇപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത്
അതൊന്ന് പുറത്ത് കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് ബി അവെയർ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇനി ഇതാണ് എനിക്ക് റിസോൾവ് ചെയ്യേണ്ടത്, ആൻഡ് യു സ്റ്റാർട്ട് ട്രൈങ് ടു സോൾവ് ദസ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് ആ ഒരു വഴി തെളിഞ്ഞു വരുന്നതായിട്ടുള്ള, അതായത് പ്രകൃതിയിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും ഏർപ്പെടുത്തുന്ന ഒരു തട, അത് മാറ്റി കിട്ടുന്ന ഒരു എനർജി. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ തടസ്സങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ്, ഇന്നർ റിഫ്ലക്ഷൻ തന്നെയാണ് പുറത്തു വരുന്നത്. ഇവിടെ ഐ കൻ സീ ഡോളേഴ്സ്, അതായത് നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് എനി അതർ കറൻസി, ഇവിടെ ഡോളർ കറൻസി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഇത് അബ്രോഡ് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിരിക്കും. നിങ്ങളിലേക്ക് കുറച്ച് കറൻസി ആയിട്ട് തന്നെ, അത് നോട്ടായിട്ട് തന്നെ, ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കിവിടെ തൃശൂലം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്ട്രോങ് മസ്കുലൈൻ എനർജി പുറത്തു വരുന്ന ഒരു സമയം, വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് പവർഫുൾ ആയിട്ടിരിക്കുന്ന നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അത് ഷോക്കാകാം, സർപ്രൈസ് ആവാം. ചില സമയത്ത് ഒരു ഷോക്കും വളരെ ഗുണം ചെയ്യും. കാരണം ഒരു ഷോക്കിലൂടെ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാനും, ഇത്ര നാളും നിങ്ങൾ അതിനെ വെറുതെ വിട്ടിട്ടുണ്ട് എങ്കിൽ, ലൈക്ക് എലിഫന്റ് ഇൻ ദ റൂം, അതിനെ നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ എലിഫന്റിനെ പോലും നിങ്ങൾക്ക് പുറത്ത് വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു ലൈറ്റ്നിങ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സോൾവ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുകയും അവിടുന്ന് നിങ്ങൾ ഇനി ഞാൻ സോൾവ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയിലേക്ക് വരുന്ന ഒരു ടൈം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ കൻ സീ എ ബേബി ബോയ് ഹിയർ. ചൈൽഡ് ബർത്ത് നോക്കുന്ന ഫെർട്ടിലിറ്റിയുടെ ഒരു ടൈം പീരീഡ് ആണിത്. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ബേബി ബോയ് ഡെലിവറി ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇതാർക്കുള്ള എനർജിയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഐ ഫീൽ വെരി ഹാപ്പി റീഡിങ് ദിസ്. ഞാൻ ഇത്ര നേരം എനിക്കൊരു ഉണ്ടായിരുന്ന ഒരു എനർജിയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം സ്മൈലിങ്, എനിക്ക് സന്തോഷം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. ആ തടസ്സങ്ങൾ മാറുന്നെന്ന് പറയുന്നതിന് മുമ്പ് വരെ ഒരു ഒരു സ്ട്രെസ്ഫുൾ, ഒരു ബാഗേജ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഐ എം സ്മൈലിങ്, ഭയങ്കര സന്തോഷമാണ് വരുന്നത്. ലിറ്ററലി നിങ്ങളുടെ തടസ്സങ്ങൾ ഇവിടെ മാറുന്ന എനർജി, അത് മാറിയതായിട്ട് എനിക്കത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട്. ഐ കൻ ഓൾസോ സീ എ ലോട്ടസ്, അത് ക്രൗൺ ചക്രയുമായിട്ട് റിലേറ്റ് ചെയ്യാം. സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, ഇതൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ബ്രഹ്മാവ്, ക്രിയേറ്റിവിറ്റി, വിദ്യ, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങൾ പുതിയ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആകുന്ന സമയം. അതുപോലെ നിങ്ങളുടെ ക്രൗൺ ചക്രം, നിങ്ങൾ ഡിവൈനുമായിട്ട് ഭയങ്കരമായ ഒരു കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. യു ആർ ഇമ്മൻസ്ലി ബ്ലെസ്ഡ് എന്ന് പറയാം. കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ പോകുന്നുണ്ട്. കാരണം നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ഐ കൻ സീ ഡയമണ്ട്. അതായത് ഡയമണ്ട് ഇസ് എ സ്ട്രോങ്കസ്റ്റ് എലമെന്റ് എന്ന് പറയാം. സോ ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് വൈറ്റ് കളർ, വീനസ്. നിങ്ങൾ വളരെ സ്ട്രോങ്കർ ആയിട്ട്, അതായത് ഒരുപാട് ചാലഞ്ചസിൽ കൂടി സഞ്ചരിച്ച് നിങ്ങൾ അടിച്ചു പരത്തി പദം വന്നതുപോലെ നിങ്ങളുടെ മനസ്സ് വളരെ സ്ട്രോങ്കർ ആയിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി അട്രാക്റ്റഡ് ആക്കിക്കൊണ്ട് തരുന്നുണ്ട്. നിങ്ങൾ തന്നെ വളരെ അട്രാക്റ്റഡ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു ഗ്ലോ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു വീനസ് എനർജി സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് കളർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. വൈറ്റ് കളർ വെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് ലക്ഷറി ഉണ്ടാക്കി തരും. someone is coming towards you. നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട്
ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അവർ ഓൾറെഡി അവരുടെ ഒരു കണ്ണ്, അവരുടെ ഒരു ദൃഷ്ടി നിങ്ങളിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൺ ദ വേ. അത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് അറിയുന്നില്ല എന്നുള്ളതിൽ. അത് നമുക്ക് രണ്ട് ഭാഗത്തിലും ഉണ്ടായിരുന്ന ആ ഒരു എനർജി. ഐ ക്യാൻ സീ എ ബ്രിഡ്ജ്. നദി ഇവിടെ ഭയങ്കര റെലവൻ്റ് ആണ്. അതായത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഒഴുക്കുണ്ടാകുന്നുണ്ട്. സോ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴുകുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് അവിടെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇക്കരെ നിന്ന് അക്കരെ പോകാനാണല്ലോ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു യാത്ര ഉണ്ടാവുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാർട്ട് ചക്ര എപ്പോഴും നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ചക്രാസിന്റെ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ബ്രിഡ്ജ് നിങ്ങൾ ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ, ഫ്രം ദ മെറ്റീരിയലിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സ്പിരിച്വൽ ലെവലിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള വെൽത്തിന് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്ട്രാ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കും. അതായത് ഇനി കിട്ടുന്നതെന്നും നിങ്ങളിൽ നിന്ന് ഒലിച്ചു പോവില്ല എന്നുള്ള ഒരു എനർജി. ഇവിടെ നിങ്ങൾക്ക് ചില വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസ്, സ്കിൻ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, റിസോൾവ് ചെയ്യാൻ ഇപ്പോൾ ട്രീറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരുന്ന ഒരു സമയം. ചില വ്യക്തികൾ ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കാണാൻ പറ്റുന്നുണ്ട്. ഐ കെൻ സീ someone is going to the states. അതായത് US ട്രിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്കൊരു ജോബ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഓർ എ പ്രൊമോഷൻ, ഓർ എ എൻറ്റയർലി ന്യൂ കരിയർ ഫീൽഡിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു എനർജി. ഒരു പിങ്ക് ഫ്ലവർ കാണാൻ സാധിക്കുന്നുണ്ട്. പിങ്ക് കളർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് റൂട്ട് ചക്ര സ്ട്രോങ്ങർ ആവുന്നതിൻ്റെ ഒരു എനർജി, അതൊരു റിവാർഡിങ് ആയിട്ടുള്ള ഒരു എനർജി. ഐ കൻ ഓൾസോ സീ ബ്ലൂ കളർ. ബ്ലൂ ആൻഡ് പിങ്ക് ആൻഡ് വൈറ്റ് ഇവിടെ ഭയങ്കര റെലവൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന കളേഴ്സാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിവാർഡിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇത്രയും നാളും നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്സിന് ഒരു റിവാർഡ് വരുന്ന സമയം, നമുക്ക് ഈ റിവാർഡ്സ് വരുന്ന സമയത്ത് നമ്മളുടെ എന്തോ കഴിവുകൊണ്ട് നമുക്ക് ഇതൊക്കെ നേടിയെടുത്തു, ഐ എം സംതിങ് ഗ്രേറ്റ് എന്നുള്ള ഒരു തോട്ട് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ കുറച്ച് അലസത ഉണ്ടാവും. മാത്രമല്ല അതൊരു നെഗറ്റീവ് എനർജിയാണ്. കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഡിവൈൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിൽ ത്രൂ നിങ്ങൾ ചാനലൈസ് ചെയ്യുകയാണ്. അത് ഈവൻ നിങ്ങൾക്ക് വരുന്ന ഫിനാൻഷ്യൽ എനി അതർ മെറ്റീരിയലിസ്റ്റിക്കൽ ബ്ലെസ്സിങ്സ് ആണെങ്കിലും ദാറ്റ് ഈസ് ബീൻ ചാനലൈസ്ഡ് ത്രൂ യു ഫോർ സം പർപ്പസ്. എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അത് മനസ്സിലാക്കി നിൽക്കാനായിട്ട് കഴിവതും നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനാണ് നമ്മൾ ഡിവൈനെ അറിഞ്ഞ് നിൽക്കുക, നമ്മളെ അറിഞ്ഞു നിൽക്കുക, നമ്മുടെ ആത്മാവിനെ അറിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ നല്ല പോസിറ്റീവ് എനർജി ആണ് വരുന്നത്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വരുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു സ്റ്റാഗ്നന്റ് എനർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ ആണ് അവർക്ക് ആ ഒരു എനർജി കൊടുക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്കിനി ടാറോ ഗൈഡൻസും കൂടെ നോക്കാം. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ്? നമ്മൾ ഇത്രയും റീഡ് ചെയ്തതിൽ നിന്ന് നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഏത് എനർജിയിലാണ് ഉള്ളത്, ആൻഡ് ഇവിടെ നിന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ യുവർ കറണ്ട് എനർജി. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ഹെർമിറ്റ്. സ്പിരിച്വൽ പ്രോഗ്രസീവ് പാത്തിൽ തന്നെയാണ്, നോളജ് ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ, ക്രിയേറ്റീവ് എനർജി ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് സക്സീഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ട്. എന്നാ അത് നിങ്ങൾക്ക് അത്ര ഒരു ഗുണം ചെയ്യില്ല. നിങ്ങൾ എന്ത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നു, മറ്റുള്ളവരെ നോക്കി കാണേണ്ട കാര്യമില്ല. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് ടൈം ഇസ് റിയലി ഫേവറബിൾ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. യെസ്, പാഷൻ നല്ല രീതിയിൽ നിങ്ങൾ ഉള്ളിൽ ഉള്ള വ്യക്തികളാണ്. അത് ഇപ്പോഴും ചെറിയ രീതിയിൽ മാനസികമായ സംഘർഷങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് പുറത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതായത് ഒരു ആക്ഷനിലേക്ക് അത് വരുന്നില്ല. നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇരിക്കാനായിട്ട് എന്തോ ഒരു തടസ്സം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു തടസ്സം, ഒരു ഹിൻഡ്രൻസ് നിങ്ങൾ തന്നെ ചിന്തിച്ച് കൽപ്പിച്ചു കൂട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു സെലിബ്രേഷൻ ഒക്കെ പോസിബിൾ ആണ്. അതിന് ഉപരിയായിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഒത്തിരി ടൈഡപ്പ് ആക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾ ഡേ ഡ്രീമിങ് ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് യുവർ ടൈം. പക്ഷെ വെറുതെ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടൊരു വർക്ക് ആവാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതിന് വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയും. സോ അവിടെയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി ലീക്ക് സംഭവിക്കുന്നത്. ഓക്കെ, യെസ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്തായിരിക്കും എന്ന് കൂടെ നോക്കാം. അതായത് നിങ്ങളുടെ ഈ ഒരു എനർജി ആണ് ഇപ്പോഴെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റിസൾട്ട് ഉണ്ടാവുക. ഇത് നിങ്ങളുടെ കുറച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, അതായത് അടുത്ത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് എങ്ങനെ ആയിരിക്കും. കാര്യം ബേസ്ഡ് ഓൺ യുവർ കറണ്ട് എനർജി, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ എനർജി, അതാണ് നമ്മൾ നോക്കുന്നത്. 10 ഓഫ് വാൻഡ്സ്. ചില വ്യക്തികൾ ഇവിടെ വർക്കഹോളിക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ബർഡൻ ഉണ്ടാക്കും. ഒരു അലസതയിൽ നിന്ന് നിങ്ങൾ നേരെ എക്സ്ട്രീമായിട്ട് വർക്കഹോളിക് ആകുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടായില്ല. അതും ഒരു എനർജി ഡ്രെയിനിങ് ആണ്. യു നീഡ് എ ബാലൻസ്. ആക്ച്വലി എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ് ലൈഫിൽ. നമുക്ക് ഫാമിലി, റിലേഷൻഷിപ്പ്, എന്റർടൈൻമെന്റ്, ഫിനാൻസ്, കരിയർ, ഇതെല്ലാം വൈറ്റൽ എനർജീസ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ സോൾ നോളജ് നിങ്ങളെ കുറച്ച് ബേർഡനിൽ എത്തിക്കുന്നത്. അതായത് കർമ്മ കോൺഷ്യസ്നെസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മകളെല്ലാം അളന്ന് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മൾ വളരെ പ്യുവറായിട്ട് എൻ്റെ ഇന്റൻഷൻ സെറ്റ് ചെയ്ത് എന്ത് ചെയ്താലും മതി, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. പക്ഷെ ഞാൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനും കോൺസിക്വൻസ് ഉണ്ടാകും എന്നുള്ളൊരു ഭയം നിങ്ങളെ, അത് നിങ്ങൾക്ക് ചെയ്യുന്ന എന്ത് കാര്യത്തിനെ നിങ്ങൾ പേടിച്ച് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, അത് വേണ്ട. ദാറ്റ് ഇസ് നോട്ട് നെസസറി. ആൻഡ് ക്വീൻ ഓഫ് വാൻഡ്സ് വരുന്നുണ്ട്. യെസ്, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും അവെയർ ആണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ഈ കണ്ണ് തട്ടുന്നത് ബ്ലാക്ക് മാജിക്കിന്റെ ഒരു ഇരയാണ്. കാര്യം അതൊക്കെ നിങ്ങളെ ഇപ്പോഴും ബാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത് സ്വയം ആസ്വദിക്കുന്നതിലും ഉപരിയായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു സക്സസ് ആണ്, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സക്സസ് ആണെങ്കിലും ഇത് നിങ്ങൾ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയൊരു സക്സസ് ആണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അവർക്ക് കിട്ടാത്ത എന്തൊക്കെയോ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ടും, എന്നിട്ട് അതിന് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി നിങ്ങളിൽ വന്ന് ഭവിക്കുന്ന ഒരു എനർജി. കിങ് ഓഫ് സ്വാർഡ്സ്. മെച്യൂർഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക്. ഡെഫിനറ്റ്ലി സാഹചര്യങ്ങൾ നിങ്ങളെ മെച്യൂർ ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ഗുഡ്. മെച്യൂർ ആയിട്ട് നിങ്ങൾ സംസാരിക്കാനും തുടങ്ങുന്നുണ്ട്. അതായത് ഫ്രം എ ടീനേജർ എനർജി ടു എ ഗ്രോൺ അപ്പ് എനർജി
2 of Pentacles, മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കലയാണ് എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടായിരിക്കാം. കാരണം ശക്തമായിട്ടുള്ള ഒരു മെമ്മറി ഇവിടെ ഉണ്ടാവുന്നുണ്ട് ആൻഡ് ജഡ്ജ്മെന്റ് ആണ്. സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ വളരെ എവിഡന്റ് ആയിട്ട് കുറേ സൈൻസ് റിവീൽ ചെയ്ത് തന്നിരിക്കുകയാണ്. തിരിച്ചറിവുകൾ ഇവിടെ തുറന്നു വന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് തുറന്ന് പറയാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആർജിച്ചെടുത്തിട്ട് ജീവിതത്തിൽ മനസ്സുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൈയെത്തിപ്പിടിക്കാനുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങൾക്ക് ഒന്നും പുറകിലേക്ക് വലിക്കുന്നില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് വാർണിംഗ് തരുകയാണ്, പ്ലീസ് വേക്ക് അപ്പ്, ഇപ്പോഴെങ്കിലും ആക്ഷൻ എടുക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് ദിസ് കാർഡ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോക്കനട്ട് സ്ക്രൈങ് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ, മൈൻഡ് മാസ്റ്ററി ലെസൺ, സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ബെലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. Bye.